ഒരു പെണ്ണിനെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അയ്യേ എന്ത്? അത് വേണോ? ഏത്? അല്ല പെണ്ണ്. എടോ, കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ കിട്ടാൻ മാർഗമുണ്ടെന്നാ ചോദിച്ചത്. എന്നാ നമുക്ക് കല്യാണം കഴിഞ്ഞ ഏതെങ്കിലും പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കാം. കല്യാണം കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, പ്രസവിച്ചാലേ പാലുണ്ടാവുമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. എന്നാ പ്രസവിച്ച പെണ്ണുങ്ങളോട് ചോദിക്കാം. അങ്ങനെ പെണ്ണുങ്ങൾ വേറെ കുട്ടിക്ക് പാല് തരുമോ? എങ്ങനെയാ എന്റെ ഒരു രീതി? കാശ് കൊടുത്ത പെണ്ണെന്നല്ല, പാലോട് കൂടിയ പെണ്ണിനെ മൊത്തമായിട്ട് നമുക്ക് നീ കിട്ടും. സാറ് ധൈര്യമായിട്ടിരിക്കെ. വാ, നമുക്ക് ആ വീട്ടിൽ പോയി ചോദിക്കാം. ഈ ചേച്ചിയെ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നാ നോക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ? കുട്ടി കല്യാണം കഴിച്ചതാണോ? എന്തിനാ? എനിക്ക് കല്യാണം ആലോചിക്കാൻ വന്നാണോ? സോറി ചേച്ചി, പുള്ളിയുടെ കല്യാണം നേരത്തെ ഫിക്സ് ചെയ്തു പോയി. ഇത് വേറൊരു കാര്യത്തിനാ. ചേച്ചിക്ക് ഗുണമുള്ള കാര്യമാ. എന്നാ കല്യാണം കഴിച്ചിട്ടില്ല. രക്ഷപ്പെട്ടു. കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പ്രസവിച്ചതാണോ? അല്ല ഉണ്ണി സാറേ, പ്രസവിക്കുന്നത് വൃത്തികേടാണോ? പ്രസവിക്കുന്നത് വൃത്തികേടല്ല, പക്ഷെ കല്യാണം കഴിക്കാതെ പ്രസവിക്കുന്നത് വളരെ വൃത്തികേടാ. ഓ ചേട്ടാ, എന്തോ അല്ല ഉണ്ണിത്താനെ, ഈ പാൽക്കുപ്പി സാധനങ്ങളൊക്കെ എവിടെ ഒപ്പിച്ച്? ഒപ്പിച്ച കഥയൊന്നും പറയണ്ട, ഒപ്പിച്ച്. ഒറിജിനലിനേക്കാൾ നല്ല പശുവിൻ പാലല്ലേ മുതലാളി? ഈ കൊച്ചിനെ നമ്മൾ എന്താ വിളിക്കാ? ഓന്റെ പേര് നമുക്കറിയില്ലോ. അതിനെന്താ പ്രയാസം? അത് കുട്ടിയോട് ചോദിച്ചാ പോരെ? മോനെ, മോന്റെ പേരെന്താ? മിണ്ടുന്നില്ലല്ലോ മാത്തപ്പ. ഊമയായിരിക്കും. ഊമയൊന്നും അല്ല മുതലാളി, അവന് മലയാളം അറിയില്ലായിരിക്കും. സായിപ്പിന്റെ കുട്ടിയല്ലേ? അല്ല, 6-7 മാസം പ്രായമുള്ള കൊച്ചെങ്ങനെയാ സംസാരിക്കുന്നത്? നമുക്ക് ഓനെ വിളിക്കാൻ നല്ലൊരു പേര് കണ്ടുപിടിക്ക്. ഞാനൊരു പേര് പറയാം. കുട്ടൂസാന്ന് വിളിച്ചാലോ? അയ്യേ, അതേതോ മാസികയിലെ ഒരു ദുർമന്ത്രവാദിയുടെ പേരല്ലേ? നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാനൊരു നല്ല പേര് പറയാം. കബീഷ്. നല്ല ബെസ്റ്റ് പേര്. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതിനിടാൻ പറ്റിയ പേര്. കീപ് ഇറ്റ്. ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട് കൊള്ളാം. നമുക്ക് ഇവന് ജെയിംസ് ബോണ്ട് എന്ന് പേരിടാം. ശരിയാ, പേരിന് ഒരു ബെയ്റ്റ് ഉണ്ട്. അതെ, ആ പേര് മതി, ജെയിംസ് ബോണ്ട്. നമുക്ക് ജെയിംസ് ബോണ്ട് ചുരുക്കി ബോണ്ടേ എന്ന് വിളിക്കും ചെയ്യാം. മോനെ ബോണ്ടേ, ജെയിംസ് ബോണ്ടേ, ബോണ്ടേ. നിക്ക്, നമ്മളിട്ട പേര് ഓന് പിടിച്ചില്ല എന്ന് തോന്നുന്നു. ബാ മോനെ, മോൻ വരി മോനെ. ഓ ബാ, നമ്മൾ ഓന് വേണ്ടി ഒരു ഉറക്കുപാട്ട് പാടാവേ. വരി മോനെ. കന്നിപ്പാളുങ്കേ പൊന്നിങ്കിനാവേ സുന്ദരി പൊണ്ണാളെ. ഇത് ഉറക്കു പാട്ടല്ലല്ലോ, ഉണർത്ത പാട്ടല്ലേ. ഈ പാട്ട് കേട്ടാൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി പോലും ഞെട്ടി ഉണർന്ന് പൊട്ടിക്കറി. ആചാർ ഈ പാറപ്പുറത്ത് ചിരട്ടിട്ട് ഉറക്കുന്ന സൗണ്ടിൽ പാടിയാലേ ഏത് കുട്ടിയും അറിയും. ഇങ്ങോണ്ടാ, ഞാൻ ഉറക്കാം. ഇനി നീ ഉപദ്രവിക്കും. കരയണ്ട കരയണ്ട ജെയിംസ് ബോണ്ട് കരയണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തുരുമ നൽകാം. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഈ കുട്ടി എന്ത് പാപമാണോ ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് സഹകരിച്ച് അതിനൊരു അല്പ സ്വസ്ഥത കൊടുത്തു. പ്ലീസ്.
കള്ളി മോളെ ഈ കൊച്ചിന്റെ പാല് മുഴുവൻ എന്താ ഈ ആചാര്യ പറയണേ? ആര് പാല് കുടിച്ചെന്നാ പറ. ആചാര്യ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ആചാര്യ എന്താ ആരാ? ഇച്ചു പോയി കഥ തുറക്ക്. ചാച്ചിക്കോട്ടോ കരയണ്ടേ. ഉണ്ണിത്താനേ, ചങ്ങരൻകുട്ടി, സുന്ദരോ, ആരെ ഈ എന്തോന്നാ? രാത്രി ആരോ വാതിക്കം മുട്ടണ്. പോലീസ് ആയിരിക്കും. ആരാവോ? നീ പോയി വാതിൽ തുറക്ക്. നീ പോയി തുറക്ക്. അതല്ല, നീ പോയി തുറക്ക്. വേണ്ട, നിങ്ങൾക്കൊക്കെ പേടിയാണെങ്കിൽ ഹാജിയാര് തുറക്കും. തുറക്ക് ഹാജിയാരെ. നമ്മള് തുറക്കണ തുറക്കാം. ചെല്ല്. ആരാ നീ? ഞാൻ ഡയാന. ഏത് ഡയാന? ഏതോ ഹോസ്പിറ്റലിലെ നേഴ്സാന്ന് തോന്നുന്നു. ഓ, അതുകൊണ്ടായിരിക്കും വെള്ളയും യൂണിഫോം അല്ലേ? ആയിരിക്കും. എക്സ്ക്യൂസ് മീ, ഏത് ഹോസ്പിറ്റലിലെ നേഴ്സാ? നേഴ്സല്ല, ഡയാന ചാൾസ്. ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന്റെ ഭാര്യയായിരുന്ന ഡയാന. ഡയാന ചത്ത് പുലവിളിയും കഴിഞ്ഞു. പിന്നെ നീ ഏത് കുഴിയാനടി പെണ്ണ്? കുഴിയാന അല്ലടാ, ഡയാന. എന്റെ ചാൾസ് എവിടെ? എന്റെ ചാൾസ് എവിടെ? ചാൾസ് അല്ലെങ്കിലും എനിക്കറിയാം, അവൻ ദുഷ്ടനാ. അയ്യോ, എന്റെ മോൻ ഹെൻറി. ഹെൻറി. അതെ, മോനെ, അന്റെ മോനല്ല, അത് ഞമ്മടെ മോനാ. എന്റെ മോനെ ഞാൻ തരൂല. ഇത് എന്റെ മോൻ ഹെൻറിയാ. അത് ഹെൻറിയും കൺട്രിയും ഒന്നുമല്ല, ജെയിംസ് ബോണ്ടാ. അതിനെടുക്കരുത്, പറഞ്ഞ മനസ്സിലാവൂലേ? എന്റെ മോനെ എടുക്കരുതെന്ന് പറയാൻ നീ ആരടാ? Who are you? ഐ എം വെരി ഫൈൻ. ഡയാന രാജകുമാരിയുടെ പുനർജന്മമാണെന്നാ തോന്നുന്നത്. പുനർജന്മം അല്ലടാ, ആ, ഡയാന രാജകുമാരുടെ ഒറിജിനൽ പ്രേതമാ. ഡയാനയുടെ പ്രേതം മലയാളം സംസാരിക്കുമോ? ചിലപ്പോ അറബിയും സംസാരിക്കും പുള്ളേ. പ്രേതങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം. മോല് വേണോ? സത്യമാണോടാ? സത്യം. യേശുവേ ശോസ്ത്രം. അല്ലല്ല, നിക്ക് നമ്മളൊന്ന് ചോദിക്കട്ടെ. നീ ഡയാനയാണെങ്കിൽ എങ്ങനെ ഇവിടെ എത്തി? പറഞ്ഞു പറ. ഞാനും എന്റെ ബോയ്ഫ്രണ്ടും കൂടി കാറിൽ കോവളം ബീച്ചിലേക്ക് പോവുമായിരുന്നു. അപ്പോഴാണ് ഈ പാപ്പരാസികൾ എന്നെ ഫോളോ ചെയ്തത്. അറിയാതെ കാര്യം പറവോളെ. ഈ പാപ്പരാസികൾ എന്നെ ഫോളോ ചെയ്തത്. ഈ പാപ്പരാസികൾ കാരണം ഞങ്ങൾക്ക് അന്ന് ആക്സിഡന്റ് ഉണ്ടായത്. ഞാനും എന്റെ മോനും ചത്തത്. ആ, കരയാതെ. മോളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞാ നമ്മൾ അവിടെ കൊണ്ടാക്കാം. എവിടെയാണ് വീട്? ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം പാലസാ എന്റെ വീട്. പക്ഷേ ഞാൻ എന്റെ മോൻ ഹെൻറിയെ വിട്ട് ഇനി എങ്ങും പോവില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഫാദറിന്റെ പേര് പറ. ഫാദർ മാർ ഗ്രിഗോറിയോസ് ഡാനിയൽ. അപ്പൊ മദറിന്റെ പേരോ? മദർ തെരേസ. അയ്യോ, മദർ തെരേസയുടെ മോളാണോ? യേശുവേ ശോസ്ത്രം. തെരേസയുടെ മോളാ. വട്ട് കേസാ. വട്ടാണോ? വട്ട് കേസാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവിടറ തെണ്ടി. വട്ട് എനിക്കല്ല, നിന്റെ തന്തയ്ക്കാടാ പാപ്പരാസി. പാപ്പരാസിയുടെ അർത്ഥം എന്താ മുതലാളി? ദരിദ്രവാസി നിന്നെ കണ്ടപ്പോ തന്നെ വെക്കുന്നത്. ഇവള് കുറെ നേരമായി ദരിദ്രവാസി എന്നൊക്കെ വിളിക്കണം. ഹലോ, ഇത് കേറി താമസിക്കാൻ പ്രാന്താശുപത്രി. സ്ഥലമെട് കാലിയാക്ക്. പോ. എടാ, നിനക്കെന്നെ പറഞ്ഞു വിടണം അല്ലടാ. അയ്യോ, ഇനി ആർക്കൊക്കെയാടാ സംശയം? നിനക്കുണ്ടോടാ? ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. മുഴുവട്ട ഏതോ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയ കേസാ, ഉറപ്പാ. എന്തിടോ ദേ പോണ്. അതെ, എവിടേക്കാ? മോൻ കരയണ കണ്ടില്ലേ? അവന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അവനെ ഞാൻ ഉറക്കാൻ പോവാ. ഞാനും ആ മുറിയിൽ കയറി കിടക്കാൻ പോവാ. അല്ല, അതെ, ഈ വെള്ളപ്പിശാച് അകത്ത് കിടക്കുമ്പോ നമ്മളങ്ങനെ പുറത്ത് മനസ്സമാധാനമായിട്ട് കഴിയുന്നേ. അല്ല, ഈ പകച്ചു വല്ല ഗുലുമാലും കാണിച്ചാ ഞമ്മള് വേണ്ടേ സമാധാനം പറയാൻ? എന്നാ ഞാൻ അകത്തി എന്ന് അവളുടെ അടുത്ത് ഉറങ്ങാതെ കാവലിരുന്നാലോ? എന്നാ നന്നായിരിക്കും. വെളുക്കുമ്പോ തമിഴ്മണ്ടി കയറി തവള പോലെ ഇരിക്കും. എന്റെ ഈശ്വര, എന്തിനാ നീ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇത് ദൈവത്തിന്റെ ഒരു എക്സാം ആണെന്ന് വിചാരിച്ചാ മതി മോനെ. അല്ലാ കാത്തോണേ.